ഇനി നമുക്ക് ഏറ്റവും പ്രമാദമായ അല്ലെങ്കിൽ വലിയ തോതിൽ ചർച്ച ചെയ്യപ്പെട്ട മറ്റൊരു വാർത്തയായിരുന്നു ഹേമ കമ്മിറ്റി റിപ്പോർട്ട്. ദിലീപിന്റെ വാർത്ത നമ്മൾ തുടക്കത്തിൽ കൊടുക്കുമ്പോൾ അതേ ദിലീപ് പ്രവർത്തന മണ്ഡലത്തിൽ നിന്ന് തന്നെയുള്ള മറ്റൊരു വാർത്തയാണ്. അതായത് സിനിമാ മേഖലയിലെ സ്ത്രീകൾ നേരിടുന്ന ചൂഷണത്തെ സംബന്ധിച്ച് പഠിക്കാൻ വേണ്ടി ഹേമ കമ്മിറ്റി രൂപപ്പെടുത്തിയ അങ്ങനെ ഹേമ കമ്മിറ്റി ഒരു റിപ്പോർട്ട് നൽകുകയും ചെയ്തിരുന്നു. ആ റിപ്പോർട്ടിൽ പുറത്തുവിടാതെ സർക്കാർ പൂഴ്ത്തിയ ഭാഗങ്ങൾ പ്രസിദ്ധപ്പെടുത്തുന്നതിൽ ഇന്ന് തീരുമാനമുണ്ടാകും. വിവരാവകാശ നിയമപ്രകാരം അപേക്ഷ നൽകിയപ്പോൾ 5 പേജുകളും 11 ഖണ്ഡികകളും തങ്ങളെ അറിയിക്കാതെ ഒഴിവാക്കി എന്ന മാധ്യമപ്രവർത്തകരുടെ അപ്പീലിൽ ആണ് ഇന്ന് വിവരാവകാശ കമ്മീഷന്റെ ഉത്തരവ് വരാൻ പോകുന്നത്. റിപ്പോർട്ടിലെ ഈ ഭാഗങ്ങൾ പുറത്തുവിടാൻ കമ്മീഷൻ നിർദ്ദേശിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. വിവരാവകാശ കമ്മീഷണർ ഡോക്ടർ എ അബ്ദുൽ ഹക്കീം ആണ് അപ്പീൽ പരിഗണിച്ചത്. നേരത്തെ സർക്കാർ അടക്കം വ്യക്തമാക്കിയിരുന്നത് ഈ വിഷയത്തിൽ സ്വകാര്യത എന്നത്, അതായത് സ്ത്രീകൾ ആണ്, സിനിമാ നടികൾ ആണ് അധികമായും മൊഴി നൽകിയിട്ടുള്ളത്. ആ മൊഴികളിൽ അവരുടെ സ്വകാര്യതയെ ബാധിക്കുന്ന പരാമർശങ്ങളുണ്ട്, പേരുകളുണ്ട് എന്നതുകൊണ്ടൊക്കെയാണ് ഈ പേരുകൾ പുറത്തുവിടാതിരുന്നത് എന്നാണ് വി അരുൺ ആണ് വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുന്നത്. അരുൺ, നിലവിലെ സാഹചര്യത്തിൽ ഈ റിപ്പോർട്ടിന്റെ ഭാഗങ്ങൾ പുറത്തുവിടാനുള്ള സാധ്യത വളരെ കൂടുതലാണ് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പ്രത്യേകിച്ച് മാധ്യമപ്രവർത്തകരാണ് ഇങ്ങനെ ഒരു ആവശ്യം ഉന്നയിച്ചത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് വിവരങ്ങൾ പുറത്തു വന്നത്. അതിൽ തന്നെ മറച്ചുവെച്ച വിവരങ്ങൾ കൂടി പുറത്തു വരണമെന്നും മാധ്യമപ്രവർത്തകർ തന്നെയാണ് ആവശ്യപ്പെട്ടത്. അതിനുള്ള സാധ്യത എത്രത്തോളമാണ് അരുൺ? ഈ ഒഴിവാക്കിയ ഭാഗങ്ങൾ, ഈ പരാതിക്കാരുടെ ഇരകളുടെ സ്വകാര്യതയെ ലംഘിക്കുന്ന ഭാഗങ്ങൾ ഒഴികെയുള്ള ഇത് പുറത്തുവിടാൻ സാധ്യത ഏറെയാണ്. ഇന്ന് പ്രധാനമായും വരുന്നത് മാധ്യമപ്രവർത്തകർ ഈ നൽകിയ അപ്പീലിലാണ് ഇന്ന് വിധി വരുന്നത്. അതായത് മാധ്യമപ്രവർത്തകർ 5 മുതൽ 11 വരെ 5 പേജുകളും 11 ഖണ്ഡികകളും ഒഴിവാക്കിയെന്ന പരാതിയാണ് മാധ്യമപ്രവർത്തകർ അപ്പീലായി സംസ്ഥാന വിവരാവകാശ കമ്മീഷൻ മുമ്പാകെ നൽകിയത്. ആ അപ്പീൽ പരിഗണിച്ചുകൊണ്ടാണ് ഇന്ന് അതിന് വിധി പുറത്തു വരാൻ പോകുന്നത്. 11 മണിക്ക് വിധി വരുമെന്നാണ് ഈ പരാതിക്കാരായ മാധ്യമപ്രവർത്തകരെ അറിയിച്ചത്. നേരത്തെ ഈ അപ്പീൽ പരിഗണിക്കുമ്പോൾ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പരിശോധനയ്ക്കായി വീണ്ടും ഹാജരാക്കാൻ സാംസ്കാരിക വകുപ്പിനോട് വിവരാവകാശ കമ്മീഷണർ ഒക്ടോബർ 30 നടന്ന ഹിയറിംഗിൽ ആവശ്യപ്പെട്ടിരുന്നു. 97 മുതൽ 107 വരെയുള്ള ഖണ്ഡികകളും 49 മുതൽ 53 വരെയുള്ള പേജുകളും ഒഴിവാക്കിയെന്ന പ്രചരണമാണ് ഉണ്ടായത്. അതാണ് ഈ അപ്പീലിന് അടിസ്ഥാനം. ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുള്ള വീഴ്ചയാണിത് എന്നാണ് ഹിയറിംഗിൽ സാംസ്കാരിക വകുപ്പ് പറഞ്ഞത്. അത്രയും ഭാഗങ്ങൾ ഒഴിവാക്കിയിട്ടില്ല, അത് ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുള്ള വീഴ്ചയാണെന്ന് ഈ സാംസ്കാരിക വകുപ്പിലെ വിവരാവകാശ ഉദ്യോഗസ്ഥയായ സുഭാഷ് തങ്കച്ചി ഈ കമ്മീഷന് മൊഴി നൽകിയിട്ടുണ്ട്. ജോയിന്റ് സെക്രട്ടറി ആർ സന്തോഷം കമ്മീഷൻ ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ കൈമാറിയിട്ടുണ്ട്. ഇതൊരു ക്ലറിക്കൽ മിസ്റ്റേക്കാണ്. അത്രയും അധികം ഭാഗങ്ങൾ ഒഴിവാക്കിയെന്ന് പറയുന്നത് ക്ലറിക്കൽ മിസ്റ്റേക്കാണ് എന്നാണ് ഈ സാംസ്കാരിക വകുപ്പിൻ്റെ അവകാശവാദം. അതുകൊണ്ടാണ് ഇത്തരമൊരു ആക്ഷേപത്തിനിടയാക്കിയത്. അപേക്ഷകർ ആവശ്യപ്പെടുന്ന പേജുകൾ പുറത്തുവിടാൻ സർക്കാർ താല്പര്യപ്പെടുന്നത്, അതായത് അത് നമ്മൾ നേരത്തെ സൂചിപ്പിച്ച പോലെയുള്ള ഈ സ്വകാര്യത ലംഘിക്കുന്ന ഭാഗങ്ങളാണ്. അത് സർക്കാർ പുറത്തുവിടാൻ താല്പര്യപ്പെടുന്നത്. ആ പേജുകളുടെ വിവരങ്ങൾ പലരുടെയും സ്വകാര്യത ബാധിക്കുമെന്നും സാംസ്കാരിക വകുപ്പ് കമ്മീഷനെ ബോധിപ്പിച്ചിട്ടുണ്ട്. കമ്മീഷൻ ഈ വാദങ്ങൾ പൂർണ്ണമായും അംഗീകരിച്ചില്ല എന്നുള്ളതാണ് ഈ വിവരങ്ങൾ പുറത്തു വന്നേക്കുമെന്ന സൂചനകളുടെ അടിസ്ഥാനം. ഏതായാലും ഈ നടപടി സർക്കാരിൻ്റെ ഉദ്യോഗസ്ഥരുടെ നടപടി സർക്കാരിൻ്റെ പ്രതിച്ഛായയെ മോശമാക്കിയെന്നും ഇങ്ങനെ അനാവശ്യ വിവാദങ്ങളിലേക്ക് വലിച്ചിഴച്ചു എന്നും കമ്മീഷൻ ഈ വാദത്തിനിടെ പറഞ്ഞിട്ടുമുണ്ട്. ഏതായാലും അതുകൊണ്ടാണ് വീണ്ടും റിപ്പോർട്ട് ഹാജരാക്കി ഒക്ടോബർ 30 വൈകിട്ടോടെ മുദ്രവച്ച കവറിലാണ് CD പെൻഡ്രൈവയുടെ റിപ്പോർട്ട് ഉദ്യോഗസ്ഥർ എത്തിച്ചത്. 295 പേജുള്ള റിപ്പോർട്ടിൽ സ്വകാര്യത ബാധിക്കുന്ന വിവരങ്ങൾ ഒഴിവാക്കി ബാക്കിയുള്ളവ നൽകാൻ ജൂലൈ 5 കമ്മീഷൻ ഉത്തരവിട്ടുന്നു. അവിടെയാണ് വീണ്ടും ചില പേജുകൾ സാംസ്കാരിക വകുപ്പ് പൂഴ്ത്തിയത്. അത് ആരെ സംരക്ഷിക്കാനെന്ന ചോദ്യമാണ് കമ്മീഷന് മുമ്പാകെ ഉയർന്നത്. അതുകൊണ്ട് തന്നെയാണ് ഒരു കാരണവശാലും അത്രയും പേജുകൾ പൂഴ്ത്താനാകില്ല. സ്വകാര്യത ലംഘിക്കുന്ന ഭാഗങ്ങൾ ഒഴികെയുള്ളവ നിർബന്ധമായും പുറത്തുവിടണമെന്നൊരു നിർദ്ദേശം കമ്മീഷൻ നൽകിയത്. ആ കമ്മീഷന്റെ വിധി, അത്തരം നിർദ്ദേശം ഹിയറിംഗിന്റെ ഭാഗമായി നൽകുമ്പോൾ അതിനെന്താണ് കമ്മീഷന്റെ അന്തിമ വിധി എന്നതിന് 11 മണിക്ക് തന്നെ അറിയാനാകും. ഒരുപക്ഷെ ഈ ഒഴിവാക്കിയതിൽ സ്വകാര്യത ലംഘിക്കുന്ന ഭാഗങ്ങൾ, ആ ഖണ്ഡികളോ ആ പേജ് 4 പേജും ഒഴികെയുള്ളവ ഇന്ന് പുറത്തു വരാനുള്ള സാധ്യത കൂടുതലാണ്. അഭിലാഷ്, യെസ്, അതാണ് ഏറ്റവും പ്രധാനം. ഒഴിവാക്കിയ ഭാഗങ്ങൾ പുറത്തു വരുവാനുള്ള സാധ്യത കൂടുതലാണ് എന്ന് പറയുമ്പോൾ ആ ഒഴിവാക്കിയ ഭാഗങ്ങളിൽ എന്ത് എന്നതാണ് വളരെ പ്രധാനപ്പെട്ടതായി മാറാൻ പോകുന്നത്. അത് ഒരുപക്ഷെ ഗുരുതരമായ വെളിപ്പെടുത്തലുകൾ ഉള്ള ഭാഗങ്ങൾ ആകാം. അതല്ല എങ്കിൽ വളരെ പ്രമുഖരായ, അതായത് നമ്മൾ ഈ മലയാള സിനിമയിൽ എന്നൊക്കെ പറയുമ്പോൾ ഈ താരങ്ങളെ ബിംബങ്ങളായൊക്കെയാണല്ലോ നമ്മൾ കാണുന്നത്. പലരുടെയും മനസ്സിലൊക്കെ വലിയ വിഗ്രഹങ്ങളാണ് അവർ. ആ വിഗ്രഹങ്ങൾ ഉടയുന്ന തരത്തിൽ ഉള്ള
പേരുകൾ ആകാം, പല നടന്മാരെ കുറിച്ചോ ഒക്കെയുള്ള പേരുകളാകാം, അല്ലെങ്കിൽ മറ്റ് സിനിമാ പ്രവർത്തകരെ കുറിച്ചുള്ള പേരുകൾ ആകാം. എന്തു തന്നെയാണെങ്കിലും വളരെ പ്രധാനപ്പെട്ട, അതായത് മലയാള സിനിമാ മേഖലയിലെ നടിമാർ അല്ലെങ്കിൽ വനിതകൾ നേരിടുന്ന ചൂഷണത്തെ സംബന്ധിച്ച് ഹേമ കമ്മിറ്റി നൽകിയ റിപ്പോർട്ടിലെ ഏറ്റവും പ്രസക്തമായ ഭാഗങ്ങൾ എന്തിനു ഒഴിവാക്കി എന്നതിലായിരുന്നു സംശയം. ആ സംശയത്തിന് ഒരു പക്ഷേ ഇന്ന് കൃത്യമായ മറുപടി ലഭിക്കും എന്ന് വേണം നമുക്ക് പ്രതീക്ഷിക്കാൻ.